History tells us നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയയിലും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു അവയവമാണ് പാൻക്രിയാസ്. ഇത് വയറിനുള്ളിൽ ആമാശയത്തിന് പിന്നിലായാണ് സ്ഥിതി ചെയ്യുന്നത്. പാൻക്രിയാസിനെ കുറിച്ചും അത് എങ്ങനെയാണ് പ്രമേഹത്തിന് ഡയബറ്റീസ് കാരണമാകുന്നതെന്നും പാൻക്രിയാസിന്റെ പ്രധാന ധർമ്മങ്ങൾ. പാൻക്രിയാസ് പ്രധാനമായും 2 ജോലികളാണ് ചെയ്യുന്നത്. ഒന്ന്, ദഹനം. ഭക്ഷണത്തിലെ കൊഴുപ്പും അന്നജവും ദഹിപ്പിക്കാൻ ആവശ്യമായ എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. 2, ഹോർമോൺ ഉൽപാദനം. രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്ന ഇൻസുലിൻ, ഗ്ലൂക്കേഗോൺ എന്നീ ഹോർമോണുകൾ നിർമ്മിക്കുന്നു. എങ്ങനെയാണ് പ്രമേഹം വരുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം അതിനെ ഗ്ലൂക്കോസ്, പഞ്ചസാരയാക്കി മാറ്റുന്നു. ഈ ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് കടന്ന് ഊർജമായി മാറണമെങ്കിൽ ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ സഹായം അത്യാവശ്യമാണ്. ഇൻസുലിനെ ഒരു താക്കോൽ പോലെ കരുതാം. ഈ താക്കോൽ ഉണ്ടെങ്കിൽ മാത്രമേ കോശങ്ങളുടെ വാതിൽ തുറന്ന് ഗ്ലൂക്കോസിനുള്ളിൽ കടക്കാൻ കഴിയൂ. പ്രധാനമായും 2 കാരണങ്ങൾ കൊണ്ടാണ് പ്രമേഹമുണ്ടാകുന്നത്. 1, ടൈപ്പ് 1 പ്രമേഹം. ഇവിടെ പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ നശിച്ചു പോകുന്നു. തൽഫലമായി ശരീരത്തിൽ ഇൻസുലിൻ ഒട്ടുമില്ലാത്ത അവസ്ഥ വരുന്നു. ഇത് സാധാരണയായി കുട്ടികളിലും യുവാക്കളിലുമാണ് കണ്ടുവരുന്നത്. 2, ടൈപ്പ് 2 പ്രമേഹം. ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്നത്. ഇവിടെ 2 പ്രശ്നങ്ങൾ സംഭവിക്കാം. പാൻക്രിയാസ് ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ശരീരത്തിലെ കോശങ്ങൾ ഇൻസുലിനോട് ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നില്ല. ഇതിനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നു. ഫലം, ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാത്തതിനാൽ ഗ്ലൂക്കോസിന് കോശങ്ങളിലേക്ക് കടക്കാൻ കഴിയാതെ വരികയും അത് രക്തത്തിൽ തന്നെ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. രക്തത്തിലെ ഈ പഞ്ചസാരയുടെ അളവ് കൂടുന്ന അവസ്ഥയെയാണ് നമ്മൾ പ്രമേഹം എന്ന് വിളിക്കുന്നത്. പ്രമേഹത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ അമിതവണ്ണവും വ്യായാമമില്ലായ്മയും, പാരമ്പര്യം, കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അമിതമായ മധുരത്തിന്റെയും അന്നജത്തിന്റെയും ഉപയോഗം, മാനസിക സമ്മർദ്ദം. ഇൻഡസ് വിവ ഐ കോഫി എന്നത് പ്രധാനമായും പ്രമേഹ നിയന്ത്രണത്തിനായി ബ്ലഡ് ഷുഗർ മാനേജ്മെന്റ് വിപണനം ചെയ്യപ്പെടുന്ന ഒരു പാനീയമാണ്. പാൻക്രിയാസും ഐ കോഫിയും പ്രധാന കാര്യങ്ങൾ. ഈ ഉൽപ്പന്നം പാൻക്രിയാസിനെ നേരിട്ട് ചികിത്സിക്കുന്ന ഒരു മരുന്നല്ല. ഇതിലെ പ്രധാന ചേരുവയായ സലാസിയ റെറ്റിക്കുലേറ്റ, ഏകനായകം, ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് ആഗിരണം ചെയ്യുന്നത് കുറയ്ക്കാനും പാൻക്രിയാറ്റിക് എൻസൈമുകളുടെ പ്രവർത്തനത്തെ സഹായിക്കാനും ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇതിലെ ചേരുവകൾ ഇൻസുലിൻ ശരിയായി ഉപയോഗിക്കാൻ ശരീരത്തെ സഹായിക്കുമെന്ന് അവകാശപ്പെടുന്നു. ഇത് പാൻക്രിയാസിനുമേലുള്ള അമിത സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിച്ചേക്കാം. ആന്റി ഓക്സിഡന്റുകൾ. ഇതിലടങ്ങിയിരിക്കുന്ന പോളിഫെനോളുകൾ കോശങ്ങളെ സംരക്ഷിക്കാൻ പാൻക്രിയാറ്റിക് ബീറ്റാ സെൽസ് സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. പ്രധാന ഗുണങ്ങൾ അവകാശപ്പെടുന്നത്: 1, പഞ്ചസാര നിയന്ത്രണം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുന്നത് തടയുന്നു. 2, ശരീരഭാരം കുറയ്ക്കാൻ. അമിതഭാരം നിയന്ത്രിക്കുന്നതിലൂടെ പ്രമേഹ സാധ്യത കുറയ്ക്കുന്നു. 3, കഫീൻ രഹിതം. ഇത് സാധാരണ കാപ്പിയെപ്പോലെയല്ല, കഫീൻ കുറഞ്ഞ അല്ലെങ്കിൽ ഇല്ലാത്ത രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മരുന്നുകൾ നിർത്തരുത്. ഡോക്ടർ നിർദ്ദേശിച്ച പ്രമേഹ മരുന്നുകൾക്ക് പകരമായി ഇത് ഉപയോഗിക്കരുത്. history tells us that powerful people come from powerful places.